ഒരുപാട് സന്തോഷമുണ്ട്. മൈജി ആയിട്ട് സഹകരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് ഹാപ്പിയാണ്. അനീഷേട്ടന് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ആളാണ്. അനീഷേട്ടനെ സംബന്ധിച്ച് അനീഷേട്ടൻ എത്തി നിൽക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാം. ഇപ്പോൾ മൈജി ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇപ്പോൾ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്ന നിമിഷം അടക്കം ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അനീഷേട്ടന് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നുള്ള അനീഷേട്ടനായാലും ഇപ്പോൾ എത്തി നിൽക്കുന്ന അനീഷേട്ടനായാലും താരതമ്യം ചെയ്യുമ്പോൾ ഒരു എഴുത്തുകാരനും കൂടിയാണ് അനീഷേട്ടൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു, നല്ലൊരു മനുഷ്യനായി കാണാൻ നമുക്ക് തോന്നുന്ന ഒരു ആളായി മാറുന്നു. എന്താണ് അനീഷേട്ടൻ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം ജനങ്ങളുടെ ഒരു ഇഷ്ടം നേടുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്നേഹം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ എന്താ പറയുക, അത്രമാത്രം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ഉണ്ട്. പണ്ടൊക്കെ ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ആരും തിരിച്ചറിയാറൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, സ്നേഹം പങ്കിടുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഈ അനീഷേട്ടൻ്റെ ബുക്ക് ഇത് പറയുക നേരം തുഴഞ്ഞെന്ന് പറഞ്ഞൊരു ബുക്കാണ്. ആ പേരിൽ തന്നെയുണ്ട് എന്നുവെച്ചാൽ നമ്മളെന്താണെന്ന് അറിയാൻ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ബുക്ക് വരെ എഴുതിയ ഒരാളാണ് അനീഷേട്ടൻ. അപ്പോൾ അനീഷേട്ടൻ്റെ 100 ദിവസത്തെ ബിഗ് ബോസ് ഗെയിമായാലും അനീഷേട്ടൻ നിന്ന ഒരു സമയമായാലും ആളുകൾ കണ്ട് കാര്യമാണ്. അപ്പോൾ അനീഷേട്ടൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നിന്നും, അതുകൊണ്ടായിരുന്നു അനീഷേട്ടന് കോമണർ എന്നുള്ള രീതിയിൽ ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടിയതൊക്കെ തന്നെ. അപ്പോൾ അനീഷേട്ടന് ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണെന്ന് ജനങ്ങൾ അറിയണം എന്നുള്ളൊരു ത്വരയുണ്ടല്ലോ. എത്ര നാളായിട്ടും ഇപ്പോൾ നമ്മളെങ്ങനെയുള്ള ആളാണെന്ന് ഇപ്പോൾ അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് നമ്മളെ പറ്റിയിട്ട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ വിലയിരുത്തുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അത് തെറ്റായിരിക്കാം. എന്നെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആളുകളുടെ ഈ പറയുന്ന പോലെ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം. ഇപ്പോൾ ബിഗ് ബോസിൽ 100 ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ അനീഷേട്ടൻ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ അവസാനമായപ്പോൾ ഭയങ്കര നീറ്റായിട്ട് കാമായിട്ടും കളിച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആളുകളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പേഴ്സണായിട്ടാണ് അനീഷേട്ടനെ മാറി. അത് എന്ന് വെച്ചാൽ വീട്ടുകാരും നാട്ടുകാരും അതുപോലെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും പോലും ആ ഒരു രീതിയിലാണ് അനീഷേട്ടനെ കാണുന്നത്. അത്രത്തോളം നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തരുന്നുണ്ട് അനീഷേട്ടനൊക്കെ. അപ്പോൾ അനീഷേട്ടൻ ചിന്തിച്ചിരുന്നു ഇത്തരം എൻ്റെ ആ ഗെയിം പ്ലാൻ കറക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുമായിരുന്നു? ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മളെ നല്ല മനുഷ്യനാക്കി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. അത് നമുക്കങ്ങനെ തോന്നുന്നില്ല. അത് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ കളഞ്ഞ് ഒരു 100 ദിവസം കഴിയുമ്പോൾ നമ്മളെ ഒരു റിഫൈൻഡ് പേഴ്സൺ ആക്കി മാറ്റും. അതാണ് ബിഗ് ബോസിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ അനീഷേട്ടൻ ഒരു കാര്യം ചെയ്യാം, മൈജിയുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ സംസാരിക്കാം. ഇപ്പോൾ മൈജിയിലായാലും നല്ല രീതിയിൽ സപ്പോർട്ട് അനീഷേട്ടന് തന്നിട്ടുണ്ട്. ഇപ്പം മൈജിയാണ് അനീഷേട്ടനെ കോമണറായിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രത്തോളം കോടാനും കോടികൾ ജനങ്ങളുള്ള സമയത്ത് അനീഷേട്ടൻ ഒരു കോമണറായി ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് കോമണറായിട്ട് മാറിയപ്പോഴുള്ള ഒരു ഹാപ്പിനെസ് എന്തായിരുന്നു മൈജി ആയിട്ട് കൊളാബ് ചെയ്തപ്പോൾ? മൈജിയുടെ ഒരു കോണ്ടസ്റ്റിലൂടെ വരുന്നു. എത്രയോ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എത്രയോ ആളുകൾ, എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് മൈജി നടത്തിയ ഒരു കോണ്ടസ്റ്റിലൂടെ എന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യവും ഒരു സന്തോഷമായിട്ട് കരുതുന്നു. മൈജിയായിട്ട് ഇനിയും അസോസിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് ഞാനൊരു മൈജിയുടെ പ്രൊഡക്റ്റാണെന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം അവരെന്നെ ഇതിന് ശേഷം ബിഗ് ബോസിന് ശേഷം സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മൈജിയോട്. മൈജിയുടെ 20ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവിധ വിഷസും അറിയിക്കുകയാണ്.
മൈജി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും ഓഫർ ചെയ്തിട്ടുണ്ട്. അനീഷേട്ടൻ സെലക്ട് ചെയ്തായിരുന്നു ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് വേണ്ടത്? സെലക്ട് ചെയ്തിട്ടില്ല. അനീഷേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. കുറേ കമന്റ്സ് വരുന്നുണ്ട്, അനീഷേട്ടനെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വേണം, അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. എന്താ വരുമോ? അനീഷേട്ടൻ ഒരു ബുക്ക് ചെയ്യാറുണ്ടല്ലോ പറഞ്ഞിട്ട് ഇനി ഒരു അടുത്ത പ്ലാൻ ഉണ്ടെങ്കിൽ അത് പിന്നെ ചെറിയ ബൈറ്റ് എടുക്കാം.